വിശ്വനാഥ് മ്യൂസിക് ലവേഴ്സിന്റെ മൂന്നാമത് പാട്ടുത്സവം പുറൂക്കര യാസ്പോ ഗ്രൗണ്ടിൽ നടന്നു. നടൻ ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ പാട്ടുകളാണ് പാട്ടുത്സവത്തിൽ ഗായകർ ആലപിച്ചത്. എടപ്പാൾ വിശ്വനാഥിന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർ ചേർന്ന് നടത്തുന്ന മൂന്നാമത് പാട്ടുത്സവം ഇനിയൊന്നു പാടൂ ഹൃദയമേ എന്ന പേരിലാണ് നടത്തിയത്. നടൻ ശ്രീനിവാസന്റെ അനുസ്മരണത്തോടെ നടത്തിയ പാട്ടുത്സവം മലയാളത്തിന് നിരവധി ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനിവാസൻ എവിടെ അടയാളപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിലെ ശ്രീനിവാസന്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് മലയാളിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു മലയാളിയുടെ സ്വഭാവം, മാനസികാവസ്ഥയും സ്വഭാവവും അവൻ്റെ ചിന്തകളും അവൻ്റെ ദൗർബല്യങ്ങളും ശക്തിയും എല്ലാം ഇത്രയും ശരിയായ ഇത്രയും കൃത്യമായ രീതിയിൽ ആവിഷ്കരിച്ച വേറെ ഒരു സംവിധായകനോ സിനിമ പ്രവർത്തകനോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംവിധാനം ചെയ്ത സിനിമ മാത്രമല്ല, അദ്ദേഹം അഭിനയിക്കുമ്പോഴാവട്ടെ, അത് തിരക്കഥ എഴുതിയ സിനിമകളാവട്ടെ, എല്ലാം തന്നെ കൃത്യമായിട്ട് മലയാളി എന്താണ് എന്നുള്ളത് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ള വേറെ ആളുണ്ടായിട്ടില്ല. പക്ഷേ ശ്രീനിവാസനും നമ്മുടെ ഈ കച്ചവട സിനിമയുടെ ഭാഗം തന്നെയാണ്. ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന സാധനം പണം ഇറക്കിയിട്ട് പണം തിരിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അതുകൊണ്ട് ഒരുപാട് പരിമിതികൾക്ക് വിധേയനാണ്, ഒരുപാട് ഒത്തുതീർപ്പുകൾക്ക് അദ്ദേഹം വിധേയനാണ്. കാരിക്കേച്ചർ ആർട്ടിസ്റ്റും നടനുമായ ജയരാജ് വാര്യർ ശ്രീനിവാസൻ അനുസ്മരണം നടത്തി. സിനിമ അറിയപ്പെടുക താറാവുകൾ പ്രതിഷേധിച്ചില്ലെങ്കിൽ, അതാണ് ശ്രീനിവാസൻ. ആ വാചകത്തിലാണ് മലയാളി പൊട്ടിച്ചിരിച്ചത്, താറാവുകൾ പ്രതിഷേധിച്ചില്ലെങ്കിൽ. എനിക്ക് തോന്നുന്നു തളത്തിൽ ദിനേശനും ചിന്താവിഷ്ട ശ്യാമളയുടെ നായകനും ഒക്കെ നമുക്കിടയിലുണ്ട്, നമ്മളൊക്കെ തന്നെയാണ്. ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ ഇന്ന് ജീവിച്ചതെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇപ്പോഴത്തെ ക്യാരക്ടർ അസോസിനേഷനെ കുറിച്ചും സോഷ്യൽ മീഡിയയിലെ ദുരുപയോഗത്തെക്കുറിച്ചും ഒരു ചലച്ചിത്രം നമുക്ക് തരുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അഡ്വക്കേറ്റ് കെ വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എടപ്പാൾ വിശ്വനാഥ്, സംഗീത സംവിധായകൻ ജോയ് മാധവൻ, വ്യവസായി ബെൻസി നാസർ എന്നിവരെ അനുമോദിച്ചു. ചട്ടിക്കൽ മാധവൻ, എടപ്പാൾ ബാപ്പു, ജയരാജൻ കല്ലാട്ടയിൽ, ഗണേശൻ മാങ്ങാട്ടൂർ, നജ്മു എടപ്പാൾ, നസീബ് എന്നിവർ സംസാരിച്ചു. സുമേഷ് ഐശ്വര്യ സ്വാഗതവും സ്റ്റാലിൻ ചുങ്കത്ത് നന്ദിയും പറഞ്ഞു. ശ്രീനിവാസന് ആദരസൂചകമായി ശ്രീനിവാസൻ അഭിനയിച്ചതും സംവിധാനം ചെയ്തതുമായ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് പാട്ടുത്സവത്തിൽ ഗായകർ ആലപിച്ചത്. NCV ന്യൂസ് എടപ്പാൾ.